ആയിട്ടാണ് ഇന്നത്തെ വരവ് കേട്ടാ. നമ്മൾ ഇന്ന് പുതിയൊരു കൃഷിക്ക് തുടക്കം കുറിക്കുകയാണ്. നമ്മളുടെ കദളി വനം പദ്ധതിയാണ് ഇന്ന് ഇവിടെ ആവിഷ്കരിക്കുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1000 വാഴ വെക്കാൻ പോവാണ്. 7 ഇനത്തിൽപ്പെട്ട വാഴത്തൈകളാണ് നമ്മൾ നടാൻ പോകുന്നത്. നമ്മള് ഹൈബ്രിഡ് മുതൽ നാടൻ ഇനങ്ങൾ വരെയാണ് നമ്മുടെ കൃഷിയിടത്തിലെ വിരുന്നുകാര്. അപ്പൊ കൃഷി ഒരുക്കങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കാണാം. വാ. കദളി വനം പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഗുരുവായൂർ നഗരസഭയുടെ തനത് പദ്ധതിയാണ്. അതായത് നമ്മളുടെ ഗുരുവായൂർ അമ്പലത്തിലെ കണ്ണന് നിവേദിക്കാനുള്ള കദളിപ്പഴം നമ്മളുടെ ഈ ഒരു പ്രദേശത്ത്, ഗുരുവായൂർ പ്രദേശത്ത് തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് നിവേദിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു കൃഷി തുടങ്ങിയത്. ഏതൊക്കെയാണ് വാഴ നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോണത്? നമ്മള് പ്രധാനമായിട്ടും കദളിപ്പഴം, പിന്നെ ചെങ്കദളി, പാളയംകോടൻ, പൂവൻ, ഞാലിപ്പൂവൻ, പിന്നെ നമ്മുടെ രസകദളി എന്ന് പറയും. അങ്ങനെ കുറച്ച് ഇനങ്ങളാണ് ചെയ്യണേ. തനത് നാടൻ ഞാലിപ്പൂവനൊക്കെയാണ് ചെയ്യണേ. ഹൈബ്രിഡ് നമ്മൾ കുറച്ച് എന്താ പറയാ ചെയ്യുന്നുണ്ട്. ചേട്ടാ, നമ്മൾക്ക് ഇവിടെ ഈ ട്രാക്ടർ പോകാനുള്ള വഴി ഒഴിവാക്കിയിട്ടേ ഇവിടെ 2 ചാലിൽ പപ്പായ വെക്കാന്നറിയാം അല്ലേ? റെഡ് ലേഡി പപ്പായ ഏതായാലും ഇവിടെ നനവ് വരണതല്ലേ, അപ്പൊ നമ്മൾ ഇവിടെ അതാണ് ചെയ്യാന്നറിയാം. അറിവും അനുഭവവും നമുക്ക് പകർന്നു നൽകാന് ഇത്തവണ നമ്മുടെ കൃഷിയിടത്തില് നമ്മുടെ ശ്രീധരേട്ടൻ കൂടെയുണ്ട് കേട്ടാ. അപ്പൊ 2 തലമുറയുടെ ഒരു കൃഷി പ്രയാണമാണ് നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത്. പഴമയെ നിലനിർത്തി നമുക്ക് പുതുമ വരവേൽക്കാം അല്ലേ? ഒത്തിരി കൃഷി വിശേഷങ്ങളുമായിട്ട് വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഒത്തിരി സ്നേഹത്തോടെ തസ്നീം നൗഫൽ.